റാന്നി നെല്ലിക്കമൺ ജോയി മുളങ്കാട്ടിൽ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി. ഷിബു സി മാത്യുവിനുള്ള ശിക്ഷ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി 1 നാളെ വിധിക്കും. 2019 ജൂലൈ 31 കൊലപാതകം. ദൃക്സാക്ഷികളില്ലാത്ത കേസ്. സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും കണക്കിലെടുത്താണ് ഷിബു സി മാത്യു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. മദ്യലഹരിയിൽ ജോയി ഷിബുവിന്റെ പിതാവിനെ തല്ലിയതിനെ തുടർന്നായിരുന്നു അക്രമവും കൊലപാതകവും. ജോയി പിതാവിനെ തല്ലിയെന്ന സുഹൃത്തും സഹപാഠിയുമായ ഒരാളാണ് ഷിബുവിനെ വിളിച്ചറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ ഷിബു റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ജോയിയുടെ കഴുത്തിന് വാക്കത്തി കൊണ്ട് വെട്ടി. ശേഷം ഇരുചക്രവാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ഇറക്കഭാഗത്തുകൂടി ഓടിച്ചുപോയി. പ്രതിയുടെ പ്രീവിയസ് കോണ്ടാക്റ്റും സബ്സിക്വന്റ് കോണ്ടാക്റ്റും സയന്റിഫിക് എവിഡൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മികച്ച രീതിയിലുള്ള അന്വേഷണമായിരുന്നു ഇതിൽ നടത്തിയത്. കീഴ്വായ്പൂർ CI ആയിരുന്ന വിപിൻ ഗോപിനാഥാണ് കേസിൽ അന്വേഷണം നടത്തിയിട്ടുള്ളത്. കേസിൽ 4ാം സാക്ഷിയുടെ മൊഴിയും നിർണായകമായി. സ്വകാര്യ ബസിലെ ഡ്രൈവറായിരുന്ന ഷിബു സി മാത്യു കൃത്യത്തിന് ശേഷം സ്ഥലത്തു നിന്നും മുങ്ങി. പ്രതിയെ 10 ദിവസങ്ങൾക്ക് ശേഷമാണ് പിടികൂടിയത്. അതേസമയം ഒടിഞ്ഞു വീണ ഇലക്ട്രിക് പോസ്റ്റിന് സമീപത്താണ് മൃതശരീരം കണ്ടെത്തിയത്. അപകടമരണം എന്നതായിരുന്നു ആദ്യ സൂചന. എന്നാൽ കഴുത്തിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് കൊലപാതകമെന്ന സംശയത്തിന് ഇടവരുത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംശയങ്ങൾ ദൂരീകരിക്കുന്നതായിരുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.